വിഷയത്തിൽ ഇന്നലെ നമ്മുടെ പാർട്ടി എടുത്ത തീരുമാനം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം ആ ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉയർന്നതല്ല. നമ്മുടെ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ലഭിച്ച 2 സ്ഥാനങ്ങൾ രാജിവെക്കുക എന്നാണ്. അത് തീർച്ചയായും നമ്മൾ അംഗീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഉന്നയിച്ച മറ്റൊരു വിഷയം, നമ്മൾ ആ മെമ്പർമാരുടെ സംസാരിച്ചപ്പോൾ അവർ പുതിയതായിട്ട് തിരഞ്ഞെടുത്ത് വന്നവരാണ്. അവർക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ ഷെട്ടി അദ്ദേഹം പറഞ്ഞ് ഇന്ന് നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന് അവർ പറയുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസ്ഥാന കമ്മിറ്റി അംഗവും നേരത്തെയുള്ള ജില്ലാ പ്രസിഡന്റും അവരുടെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കണമെന്ന് നമ്മൾ ഇന്നും കുറച്ച് തന്നെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് ജില്ലാ കമ്മിറ്റിയുടെ പരിധി നിന്നുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് അവർ തീരുമാനമെടുത്ത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജിവെക്കാൻ, അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരം ഈ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ കഴിഞ്ഞ 1 വർഷം 3 മാസമായി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നിവേദനം നൽകിയതാണ്. അതുകൂടാതെ കഴിഞ്ഞ 10-ാം തീയതി ജില്ലാ കമ്മിറ്റിക്ക് ഒരു ലെറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നമുക്ക് ഇതിന്റെ തീരുമാനം അറിയിക്കണം. അറിയിച്ചില്ല എങ്കിൽ ഭാവിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നേതാക്കൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ. ഒക്കെ നമ്മളിവിടെ വിശദമായിട്ട് നമ്മുടെ ലെറ്ററിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ജില്ലാ പ്രസിഡന്റ് നൽകിയിട്ടുമുണ്ട്. ആ മീഡിയകൾക്ക് വിവരം നൽകുമെന്നും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ യാതൊരു തീരുമാനവും പാർട്ടി ഭാഗത്ത് ഇല്ലാതെ വരുന്ന അവസരത്തിലാണ് നമ്മൾ കെ സുരേന്ദ്രൻ കാസർഗോഡ് വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജില്ലാ ഓഫീസിലേക്ക് പോയത്. ആ പോയപ്പോൾ സുരേന്ദ്രൻ അദ്ദേഹം പ്രോഗ്രാമൊക്കെ ക്യാൻസലാക്കി വരുന്നില്ല എന്നറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അവിടെ ഒരു സമരം പോലെ ഒരു ധർണാ സമരം പോലെയാണ് ഇരുന്നത്. പ്രവർത്തകരുടെ പ്രകോപം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിലും കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം അതുകൊണ്ട് നമ്മുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നും പാർട്ടിയുടെ വർദ്ധിച്ച പ്രവർത്തകർ തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളുടെ ഈ തോന്നിയാസമൊക്കെ നിർത്തി പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ മുന്നോട്ട് നയിക്കണം, പാർട്ടിക്ക് നല്ലൊരു ഭാവിയുള്ള ഒരു കാരണം നമ്മുടെ കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ കേരളം മാത്രം അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ടുള്ള ആവശ്യം. മൂന്ന് പേര് മണ്ഡല പ്രസിഡന്റ് കൂടി അന്നത്തെ മണ്ഡല പ്രസിഡന്റ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചല്ലോ. ഇപ്പൊ 3 പേർക്ക് നിങ്ങൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമയപരിധി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഈ നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടോ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഒന്നുകൂടി വ്യക്തമായത് 2 സ്റ്റാൻഡിൽ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് സ്വയം സമ്മതിച്ച പോലെയാണ്. അപ്പൊ അവർക്കെതിരെ നടപടികൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സർക്കുലർ തന്നെയുണ്ട്. UDF ആയിട്ടോ LDF ആയിട്ടോ യാതൊരു വിധത്തിലുള്ള ധാരണ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ സർക്കുലർ നിലനിൽക്കെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടതാണല്ലോ. അച്ചടക്കം എന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടത്, അത് പ്രാവർത്തികമാക്കണ്ടേ. അത്ര വലിയ മുതിർന്ന നേതാവായാലും അച്ചടക്ക നടപടിക്ക് വിധേയനാവേണ്ടത് തന്നെ. നിങ്ങൾ സംശയിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, എന്താണ് അവർ ചെയ്ത കുറ്റം, അവർ ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയാം. അല്ല, നേരത്തെ സൂചിപ്പിച്ചല്ല, ഇത് നമ്മളെ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ഈ കൊക്കുകാരാണെന്നോ ഇതാണ് അവർക്കറിയില്ല. അവരോട് പറഞ്ഞ് നിങ്ങൾ ഇന്ന നമ്പറിൽ വോട്ട് ചെയ്യണം എന്ന് അവർ നമ്മളോട് പറഞ്ഞു മെമ്പർമാർ. അത് പറഞ്ഞത് സുരേഷ് കുമാർ ഷെട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ സ്വയം തീരുമാനം എടുക്കില്ലല്ലോ. അന്നത്തെ ജില്ലാ പ്രസിഡന്റിന്റെ മൗനാനുമതിയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും യോഗങ്ങൾ ചേർത്ത് തീരുമാനിച്ചിട്ടുണ്ടാവും. അത് പാർട്ടിയുടെ അന്വേഷണങ്ങൾ നടക്കണം. എവിടെയാണ് തീരുമാനിച്ചത്, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാവണം. ഇതിനകത്തിപ്പോ ഈ കൊക്കുവിനെ പ്രാദേശികമായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ BJPയുടെ സംഘടനാ സംവിധാനം വെച്ചിട്ട് ഇങ്ങനെ അതായത് പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്ഥിരം സമിതി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പും അതിനകത്തുള്ള
മറ്റ് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളും സംബന്ധിച്ചിട്ട് ജില്ലാ നേതൃത്വം ആവണം തീരുമാനമെടുക്കേണ്ടത്, എന്നാൽ പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള പാർട്ടി ഘടകമാണോ തീരുമാനമെടുക്കേണ്ടത്? ഇതൊരു നയപരമായ തീരുമാനമാണ്. ജില്ലക്ക് മൊത്തത്തിലുള്ള തീരുമാനമാണല്ലോ. അതെ. ഒരു കാര്യം, രമേശിനായിട്ട് കുമ്പളയുടെ ചാർജ് എന്ന് പറയുന്നുണ്ട്, ശരിയാണോ? നിങ്ങള് കുമ്പള പഞ്ചായത്തിന്റെ ചാർജ് നിങ്ങൾക്കായിരുന്നു. ഈ പുതിയ നിങ്ങൾ ഭാരവാഹിയായി വന്നതിന് ശേഷം ഈ കാര്യത്തിന് തീരുമാനമെടുക്കാൻ വേണ്ടി നിങ്ങളെ ചുമതല നിങ്ങൾക്കായിരുന്നു കുമ്പള പഞ്ചായത്തിന്റെ ചാർജ് എന്നാണ് പറയുന്നത്. പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ആദ്യം ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ഞാൻ പറഞ്ഞു. ഈ പ്രശ്നം ഉന്നയിച്ചു അതിനകത്ത് ഒരു മിനിറ്റ്സ് പുറത്തിറങ്ങിയതായിട്ട് കണ്ടിരുന്നത് കന്നഡയിലാണ്. വൈസ് മനസ്സിലാക്കി അതിനകത്ത് നമ്മളെ ഇവര് ഒപ്പിട്ടു എന്നുള്ള ഒരു വാദവും എതിർ വിഭാഗം ഉന്നയിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പറയാം. അതില് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ പ്രശ്നം സുരേന്ദ്രേട്ടന്റെ മുമ്പിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ മുന്നിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. യോഗി ജി വരുന്ന പരിപാടിയുടെ തലേന്നാണ്. അപ്പൊ ഇതിന് നടപടിയെടുക്കാം, തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഫെബ്രുവരി മാസത്തിൽ. പിന്നീട് നടന്ന മിനിറ്റ്സ് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ആ യോഗത്തിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല. ശരിയല്ല എന്ന് പറയാനുള്ള തെളിവുകളും എന്റെ കയ്യിലില്ല. നിങ്ങളിപ്പോ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇതിനും മറുപടി പറയാൻ എനിക്ക് സാധിക്കാത്തൊരവസ്ഥയിലാണുള്ളത്. അതെന്താണ് സാഹചര്യം ഒന്നും അറിയില്ല. എന്തായാലും ഇന്നലെ രണ്ടുപേര് രാജിവെച്ചപ്പോൾ മറ്റുള്ളവരും സ്ഥാനങ്ങൾ രാജിവെക്കാൻ തയ്യാറായപ്പോൾ ഇതൊരു തെറ്റാണ്, പൊതുസമൂഹം ഇതിനെ തെറ്റായി കാണുന്നു. BJP-യുടെ കുമ്പള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പില് BJP എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്നലെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. സുരേഷ് കുമാർ ഷെട്ടിക്കെതിരെയും നടപടി വേണമെന്നാണോ നിങ്ങൾ? ഇതില് അവരുടെ കൈകടത്തൽ ഉണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. അതുപോലെ മുൻ മണ്ഡലം പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠനയുടെ പേരും അന്നുണ്ടായിരുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ്, മുൻപത്തെ പ്രസിഡന്റ് മണികണ്ഠനായി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കളെ സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കുന്ന രാഷ്ട്രീയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവര് സംരക്ഷിക്കുന്നു എന്നുള്ള വാക്ക് മാത്രമല്ല, ഇവര് സംസ്ഥാന പ്രസിഡന്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയല്ലേ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അത് സംശയമാണ്, നമുക്ക് അന്വേഷിക്കാതെ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാർച്ച് 27 സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഇത് ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ് ഇപ്പോ ചെയ്തിട്ടുള്ളത്, CPM-നെ പിന്തുണക്കുന്ന ഒരു തീരുമാനവും ഇവർ എടുക്കാൻ പാടില്ലായിരുന്നു, എടുത്തവർ അനുഭവിക്കട്ടെ എന്നുള്ള വാക്കായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്. എടുത്തവർ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചപ്പോ ഏപ്രിൽ 6 ഇലക്ഷൻ, 7 സംസ്ഥാന കോർ കമ്മിറ്റി ചേരും, 9 ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അസന്ദിഗ്ധമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഇത് ഇന്ന് നാളെ ശരിയാകുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നത്. ആ വിശ്വാസം തകർന്ന സാഹചര്യത്തില്, അതുപോലെ അതിനേക്കാൾ കൂടുതൽ വിഷമകരമായ സാഹചര്യത്തിലേക്ക് പോയ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു നടപടികൾക്ക് ഞങ്ങൾക്ക് മുതിരേണ്ടി വന്നിട്ടുള്ളത്. പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെ ഇത്രയും കടുത്ത കൈക്ക് എന്നെ പ്രേരിപ്പിച്ചതും നമ്മളെ ഒക്കെ പ്രേരിപ്പിച്ചതും ജ്യോതിഷിന്റെ മരണം തന്നെയാണ്. ഈ സംസ്ഥാന പ്രസിഡന്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊരു വാക്കാണ് ഉപയോഗിച്ചെന്ന് പറയുന്നത്. ബ്ലാക്ക് മെയിൽ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ കുഴൽപ്പണം ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഓൾറെഡി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയമാണ്. അതിലെന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇല്ല, ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ സംശയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അന്വേഷിക്കേണ്ടതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളുണ്ട്. ഒരു വിഷയം അത്. രണ്ടാമത്തെ വിഷയം CPM-ആയിട്ടുള്ള കൂട്ടുകെട്ടിന് വേറെ ഒരു തലത്തിലുള്ള വേറൊരു രീതിയിലുള്ള ഒരു വിഷയം ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM-ആയിട്ട് മുമ്പും കൂട്ടുകെട്ടുമുണ്ട്.
കുറ്റിക്കോൽ പഞ്ചായത്തിലെ കുറ്റിക്കോലിന്റെ ഒരു ബൂത്ത് കമ്മിറ്റി കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. സ്ഥലം വാങ്ങി ഒരു റോഡ് സൈഡിലാണ് വാങ്ങിയത്. അവിടെ ഒരു പാർട്ടി ഓഫീസ് പണിയുന്നുണ്ട്. തെക്കിൽ ആലട്ടി റോഡ് വികസനത്തിന്റെ പേരില് BJPയുടെ സ്ഥലം അവിടെ റവന്യൂ ലാൻഡ് ആവശ്യത്തിൽ അധികം ഉണ്ട് എന്നിരിക്കെ BJPയുടെ സ്ഥലം കബളിപ്പിച്ച് കൈയടക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭനായ ഒരു CPM MLA നേതൃത്വത്തിൽ കുതന്ത്രങ്ങൾ നടന്നപ്പോ ആ കുതന്ത്രത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത വ്യക്തിയാണ് ഒരു ആരോഗ്യനായ ശ്രീകാന്ത് എന്നുള്ള വ്യക്തി. അപ്പൊ പാർട്ടി വിരുദ്ധമായ CPM അനുകൂലമായ നിലപാടുകളിൽ അദ്ദേഹം മുമ്പും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്, ഒരു തെളിവാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ഉള്ളത്. അതായത് സംസ്ഥാന പ്രസിഡന്റ് എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കാമെന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. കെ സുരേന്ദ്രൻ എന്തോ മറച്ചു വെക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ഇവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റാത്തത് എന്നാണ്. അത് കൃത്യമായ ആരോപണമാണ്. ഏപ്രിൽ 9 എന്തുകൊണ്ട് നടപടി എടുത്തില്ല, അതിനുശേഷം എന്തുകൊണ്ട് ഈ വിഭാഗത്തോട് അല്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നവരോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതിന്റെ ഒരു വിഷയമാണ്. ഈ പറഞ്ഞ 3 പേരില് പിന്നെ ശ്രീകാന്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട്, അതുപോലെ തന്നെ സുരേഷ് കുമാർ ഷെട്ടിയുടെ മേഖല സെക്രട്ടറി ആയിട്ട്, മണികണ്ഠ റൈന് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പൊ ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ജില്ലാ സെക്രട്ടറി, ഓക്കെ സാർ. അപ്പൊ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് നമുക്ക് നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ടും ഇവരൊക്കെ പ്രൊമോഷനാണ് കൊടുത്തത്. അതിലും പ്രവർത്തകന്മാർക്ക് വിഷമമുള്ളത് ആ കാര്യത്തിൽ തന്നെയാണ്. അവർക്ക് വീണ്ടും പ്രൊമോഷൻ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ പ്രവർത്തകന്മാർക്ക് വിഷമമുണ്ട്. ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തകന്മാരോട് ഒന്നിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ അവസരത്തിൽ അത് മാത്രമേ സാധിക്കുള്ളൂ. അത് പ്രവർത്തകന്മാരുടെ ഒന്നിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പ്രവർത്തകന്മാരോട് ഒന്നിച്ചു നിൽക്കുക എന്ന് ഞാൻ ഇപ്പൊ പറയുമ്പോൾ പാർട്ടിയോടൊപ്പം ശക്തമായി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ. അത് അങ്ങനെ ആരോടും ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഭയക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. എന്തിനോ ഭയക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും കഠിനമായ ആവശ്യം ഉന്നയിച്ച് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പത്രസമ്മേളനം വിളിക്കാനുള്ള ഉദ്ദേശം അത് തന്നെയാണ്. വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്തരൊരു ഭയത്തിന്റെ സാഹചര്യത്തിൽ ഇവർക്ക് നടപടിയുടെ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? ഞങ്ങള് കടുത്ത തീരുമാനങ്ങളായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സാധ്യമാകുന്ന അല്ലെങ്കിൽ പരമാവധി വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലേക്കും ഞങ്ങൾ പോകും. ആർക്കത് ദ്രോഹമില്ലാത്ത രീതിയിൽ. ചില സമയത്ത് ദൈവം നമ്മളോട് ചിലത് കൽപ്പിക്കും. ആ ദൈവം നിശ്ചയമാണെന്ന് കരുതി ഞങ്ങൾ മുമ്പോട്ട് പോകും. എന്ത് തെറ്റ് ചെയ്യേണ്ടി വന്നാലും അത് ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് കരുതി മുമ്പോട്ട് പോകും. നടപടി തീർച്ചയായും എടുക്കണം. അതുവരെ ഞങ്ങൾ സമരം നിർത്തില്ല. പിന്തുണയുണ്ടോ നേതൃത്വത്തില്? പിന്തുണ നിങ്ങൾക്ക് അങ്ങനെ പിന്തുണയല്ല, നേതൃത്വത്തില്ല, പ്രവർത്തകമായ പിന്തുണയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പോകുന്ന മാർഗം ശരിയാണെന്നുള്ള ചിന്തയാണ് ഞങ്ങൾ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സത്യമായിട്ട് അദ്ദേഹത്തിന് പങ്കില്ല. അദ്ദേഹം ഒരു സത്യസന്ധനാണ്, സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയാക്കാൻ 2011 ശ്രമിച്ചത്. 2011 ഞാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഞാൻ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്. അന്ന് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് വീണ്ടും 16 അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നത്. അത് ശരിയാണെന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങാൻ സാധ്യതയുള്ള, വോട്ട് വാങ്ങാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, BJPയുടെ പേരിൽ വോട്ട് വാങ്ങാൻ കഴിവുള്ള വ്യക്തിയാണ് രവീശ് തന്ത്രി. അത് കാലം തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം ആധ്യാത്മിക പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം മനസ്സിലാക്കാൻ തയ്യാറായി. അതുകൊണ്ട് അദ്ദേഹം ഒരു സത്യസന്ധനായ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് കഴിവുണ്ട്, എല്ലാ പ്രശ്നം തീർക്കാനുള്ള കഴിവുണ്ട്. കാലം തെളിയിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാലം തെളിയിച്ചത് അദ്ദേഹത്തിനാണ് ഇതുവരെയായിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത് അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വോട്ട് നേടിയിരുന്നു.
അച്ചടക്ക നടപടിയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തനം നടത്തിയ അച്ചടക്ക നടപടിക്കെതിരായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തപ്പോൾ ശ്രീകാന്ത് പ്രവർത്തകന്മാരെ ഇളക്കിവിട്ട് ഒരു സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സംഘടനാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലയോ ഒന്നുമല്ല, അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ്. അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തകനാണ്. വിവാഹം കഴിക്കാതെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സംഘത്തിന്റെ പ്രചാരകനാണ്. അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്യുന്ന സംഭവം മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മാധ്യമങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത സംഭവത്തില് അന്ന് തന്നെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടവർ പലരും ഉണ്ടായിരുന്നു. പക്ഷെ സംഘടനാ സെക്രട്ടറിയെ പ്രചാരകരെ പരസ്യമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും നിലപാട് എടുക്കാത്ത വ്യക്തികളാണ് ഇപ്പോ സാധാരണ പ്രവർത്തകരെ നടപടി എടുക്കുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് രമേശേട്ടൻ ഒരു കാര്യമുള്ളത്, ഇനി ഞാൻ ഞായറാഴ്ച നടന്ന സംഭവങ്ങളുണ്ട്. അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസ് താഴെ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട്. അത് ശരിയായ പ്രവണതയായിട്ട് കാണുന്നത്. അത് ഇദ്ദേഹം വിശദീകരിച്ചല്ലോ. ഇദ്ദേഹം വിശദീകരിച്ചു. അത് പറഞ്ഞല്ലോ, അത് ആ വിഷയം പറഞ്ഞു, എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യം ഇദ്ദേഹം വിശദീകരിച്ചു. അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ പറയാൻ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അതിന്റെ ഒരു വൈകാരിക തലത്തിന്റെ വൈകാരിക തലത്തിലുള്ള ഒരു പ്രകടനമാണെന്ന് ശങ്കരൻ പറഞ്ഞു. അങ്ങനെയാകുമ്പോഴത് അപ്രതീക്ഷിതമായ അച്ചടക്കരഹിതമായിട്ടൊന്നും മാറിയില്ലെന്ന് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയില്ലേ. സ്വാഭാവികമായി ആ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുത്തവർക്കല്ലേ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരിക. അത് ആര് പ്രവർത്തകർ ചെയ്തു എന്ന് പറഞ്ഞാലും അല്ല, 1 വർഷവും 3 മാസവും അനുഭവിച്ചതാണ് നമ്മൾ. അല്ല, അതിന്റെ ആ ചോദ്യത്തിന്റെ നിങ്ങൾ അത് അച്ചടക്കരഹിതമല്ലേ എന്നാണ്. അത് പ്രവർത്തകമായ ആവേശം കൊണ്ട് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് ചെയ്തു പോയതാണെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാൻ ഉള്ളത്. ഓഫീസ് കല്ലെറിഞ്ഞ് തകർത്തത് ഇതിനു മുമ്പും അത് അറിയില്ല. ആ ഓഫീസർ നിങ്ങൾ പറയുമ്പോ അതെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല അതിന്റെ പറയുക. അല്ല, അന്ന് BJP ഓഫീസ് താഴെ കൂടിയ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഇനി സംസ്ഥാന നേതാക്കൾ അടക്കം ആര് വന്നാലും ഞങ്ങൾ തടയും. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പറഞ്ഞത്. രേഖാമൂലം ജില്ലാ പ്രസിഡന്റിനെ എഴുതി കൊടുത്ത കുറച്ച് പ്രവർത്തകന്മാർ എഴുതി കൊടുത്ത വിഷയത്തിൽ ആ കാര്യങ്ങളുണ്ട്. സംസ്ഥാന നേതാക്കൾ വരുമ്പോൾ ഞങ്ങൾ തടയും, അത് മാധ്യമങ്ങളോട് അറിയിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. രേഖ അതിന്റെ പകർപ്പ് നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് തെറ്റാണോ ശരിയാണോ എന്ന് ഞങ്ങള് അതും കാലം തെളിയിക്കേണ്ടതാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റത് കാലം തെളിയിക്കും. ആ തീരുമാനം ഞങ്ങള് ഇപ്പൊ പൊതുവായിട്ട് എടുത്തില്ല. മുമ്പ് പറഞ്ഞ വിഷയത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. തടയണോ എന്നുള്ളത് പിന്നീട് നമ്മള് സമാന ചിന്താഗതിക്കാരും ചേർന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും. പ്രഖ്യാപനം നിലനിൽക്കുന്നുണ്ട്. പ്രകാശ് ബാബുരൊക്കെ അടിക്കണം എന്നുള്ളൊരു വോയിസുകൾ പല വോയിസുകളുണ്ടാവും. അത് എല്ലാവരുടെ വോയിസും പല രീതിയിലുള്ള വോയിസ് ഉണ്ട്. അതിനൊന്നും വലിയ ഇവിടെ വിലയില്ല. വോയിസ് ഒന്നും അല്ല. ഞങ്ങൾ നേരിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഇന്നലെ തന്ത്രി അടക്കം പറഞ്ഞു. അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് പല ചർച്ചകൾ നടന്നിരുന്നു. പാർട്ടിക്ക് എതിരായിട്ട് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ അതിനകത്ത് ഒഴിവായി എന്ന് പറയുന്നത്. അപ്പോ പലത് എന്ന് പറഞ്ഞിട്ട് അതിന് നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ലോ. പാർട്ടിക്കെതിരായിട്ട് അല്ല, വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതല്ല നിങ്ങൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജില്ലാ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജില്ലാ പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരാണല്ലോ. അത് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ പത്രസമ്മേളനത്തിൽ കിട്ടിയാണെങ്കിലും പറഞ്ഞു ഫൈറ്റ് ഫോർ ജസ്റ്റിസിന് വേണ്ടി പി രമേശൻ പത്രസമ്മേളനം നടത്തുന്നതാണ് ഞങ്ങൾ. അങ്ങനെ പറയാൻ അറിയിപ്പ് അറിയില്ല. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഈ കുമ്പളം ഇഷ്യൂ ആണ് പറയുന്നത്. ഇപ്പൊ കാര്യമായിട്ട് പറയുന്നത് കുമ്പളം ഇഷ്യൂ പറയാൻ കാരണം ബലിദാനികളെ കുടുംബത്തിനെ അപമാനിച്ച രീതി ആയിപ്പോയില്ലേ എന്നുള്ള സംശയങ്ങൾ പല ഭാഗത്തും വന്നപ്പോഴാണ് ഇതിനൊരു ഇതുണ്ടായത്. അപ്പൊ എല്ലാവർക്കും പ്രവർത്തകന്മാർക്കും പഴയ കാല പ്രവർത്തകർക്കൊക്കെ ആ ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാ വന്നത്. അവരൊരു ഒരു പാർട്ടി ഒരു പത്രം നടത്തുന്ന പോലെ അവരൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് പേര്, അതിൽ കുറച്ച് പേര്. അതാണ് അതിന്റെ അത് വേറെ ഇതൊന്നുമില്ലല്ലോ. ആ ആഗ്രഹമുള്ളവര് ഒരു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ള പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. അതിലൊക്കെ കൂടുതലുള്ളൂ. ആരോപിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് പത്രസമ്മേളനത്തിൽ കണ്ടതാണ്. അവരാരോപിച്ചിട്ടേ ഇല്ല.
ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതില് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രമേശേട്ടനാണ്. അപ്പൊ രമേശേട്ടനാണ് ആശയങ്ങൾ പറഞ്ഞു. അത് എന്റെ ആശയങ്ങളാണ്, നിങ്ങളുടെ ആശയം അത് തന്നെയല്ലേ? അല്ലെ, അത് തന്നെ. നിങ്ങളുടെ മനസ്സിലും BJP-യുടെ ഈ ജില്ലാ അന്നത്തെ നേതൃത്വം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലും വരുന്നില്ലേ? നിങ്ങൾ പറയില്ലേ നാലാളോട്? അതുപോലെ ഞാനും പറഞ്ഞിട്ടു. ഞാൻ ധൈര്യപൂർവ്വം പുറത്തു വരാൻ ധൈര്യം കാണിച്ചു. അത് ചില സംഭവ വികാസങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ഈ ജ്യോതിഷിന്റെ ആത്മഹത്യ കാരണം സാമ്പത്തിക പ്രശ്നങ്ങളല്ല. ഈ ബലിദാനികളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ ബന്ധു, ഏറ്റവും അടുത്ത ബന്ധു അമ്മാവനായി ഈ ഒരു കൂട്ടുകെട്ട് ഇങ്ങനെ തുടരുന്നത് കൊണ്ടുള്ള വിഷമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. അത് ആ വിഷമം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജ്യോതിഷിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവർക്കെതിരെയുള്ള നടപടി. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നുള്ള സങ്കല്പത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങളെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു, പിന്നെ മുമ്പൊക്കെ പ്രവർത്തിച്ചവരാണ് ഹോസ്പിറ്റലിൽ, പിന്നീട് അതൊക്കെ ജ്യോതിഷിന്റെ ദൗർഭാഗ്യകരമായ മരണം, ഇതൊക്കെ പാർട്ടിയുടെ അവഗണന അല്ലെങ്കിൽ പാർട്ടി അവരെ രൂപത്തിൽ കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയാണോ ഇതിന്റെയൊക്കെ? ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾ വെറുതെ ചിന്തിക്കണം. ആ തരത്തിലല്ല. ശക്തമായ ഒരു സംഘടനാ സംവിധാനം കൂടിയുണ്ട്. ശക്തമായ സംഘടനാ സംവിധാനം ഇല്ല. അങ്ങനെ ഒരു ഇത് എവിടെയും വരുന്നിട്ടില്ല. പകരം സഹായിക്കുന്നു എന്നുള്ള ആരോപണമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വേറെ ഒന്നും അതിൽ കൂടുതൽ പറയാനില്ല. അല്ല, അത് സംഘടനയാണ് സഹായിക്കുന്നത്. സംഘടന സഹായിക്കേണ്ട വിധത്തിൽ സഹായിച്ചിട്ടുണ്ടോ ആരെയും? ഈ വിഷയത്തിൽ എത്രത്തോളം പ്രവർത്തകരുടെ പിന്തുണ? അത് അന്ന് വന്ന ആളുകൾ കണ്ട് കുറെ ആളുകൾ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയ തോതിൽ ചില നേതാക്കന്മാരുടെ ബാക്കി ജില്ലയിലെ ഏതാണ്ട് എല്ലാ പ്രവർത്തകരും ഈ ഒരു വികാരം മനസ്സിലാക്കാനായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഒരു വോട്ടിംഗ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. ഒരു ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. ശരിയുടെ ഭാഗത്ത് വോട്ട് ചെയ്തപ്പോൾ ആരാണ് ജയിച്ചത് എന്നുള്ള രീതിയിലാണ് താങ്കളുടെ ചോദ്യം. വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജയിക്കുക എന്നുള്ളതാണ്, അത് വേറെ വിഷയമാണ്. ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊക്കെ പിന്നീട് കണ്ട് മനസ്സിലാക്കാം. ഇവിടെ ആർക്കൊക്കെ എതിരായിട്ട് നടപടി വേണം? ഇവിടെ 3 പേർക്കെതിരായിട്ടാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. ആരൊക്കെയാണ്? ബാക്കി കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കും. പഴയ പ്രോഗ്രസീവ് BJP-യെ പുനഃസംഘടിപ്പിക്കും. ആർക്കെതിരെ നടപടി വേണം എന്നൂടി പറയാം. ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത് എന്നൂടി പറയാം. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത്, മുൻ സംസ്ഥാന സമിതി അംഗം പി സുരേഷ് കുമാർ ഷെട്ടി, മുൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ. ഈ കാര്യത്തില് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. എന്താണ് നിങ്ങളെ അടുത്തേക്ക് സംസ്ഥാന നേതൃത്വമാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി എടുക്കേണ്ടത്. അത് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു, ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഇല്ല, തീരുമാനിച്ചില്ല. ഇവരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ ശ്രീകാന്തിന്റെ ഈ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്ന സാധാരണ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്ന ആളുകൾ ജില്ലാ നേതൃത്വത്തിൽ അത്തരം നേതാക്കളുണ്ടോ? സമ്മർദ്ദങ്ങളുണ്ടാവും. നിങ്ങൾ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതേ രീതിയിൽ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടോ? ഉണ്ടാവും. അത്തരം ആളുകളുടെ മാനസിക പിന്തുണയുണ്ട്. പിന്തുണ മാനസികമായിട്ടുണ്ടാവും. അത്തരം ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, സൂചിപ്പിച്ചിട്ടില്ല. അവരുടെ മാനസിക പിന്തുണയുണ്ട്. ഇല്ല, അവരുടെ മനസ്സിലാക്കും. ഈ പുതിയ കമ്മിറ്റി വന്നപ്പോ എന്തുകൊണ്ട് ആ സമയത്ത് ഇല്ല, ഇത് ഞാൻ അന്ന് മുതൽ ആദ്യമായിട്ട് ഉന്നയിച്ചത് ഞാൻ തന്നെയാണ്. ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രവർത്തകർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ സുരേന്ദ്രനെ ഫെബ്രുവരി മാസത്തിൽ നേരത്തെ കണ്ടുവെന്ന് പറഞ്ഞല്ലോ. കാരണം തയ്യാറായത് പ്രവർത്തകന്മാരെ ആവശ്യപ്പെട്ടത് പ്രകാരം പറയണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മുതൽ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും അത് ചെയ്തു.
മറ്റൊരു ടേൺ നൽകിയത് ഞാൻ പറഞ്ഞല്ലോ ചില സംഭവങ്ങളാണ്. ഇത്രയെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഫെബ്രുവരിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ നിങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെടുമോ ഈ വിഷയത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഈ മിനിഞ്ഞാത്ത സംഭവത്തിന് ശേഷം? ഇല്ല, സംഭവത്തിന് ശേഷം എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, മറ്റുള്ളവർ ഇല്ല ബന്ധപ്പെട്ടില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിവാദം പറഞ്ഞല്ലോ, അതിന്റെ നിയമനമായി ബന്ധപ്പെട്ട കൈക്കൂലിയാണോ? അതെ, അത് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവരല്ലേ, നിങ്ങൾക്ക് അന്വേഷിക്കാനും സാധ്യത നിങ്ങൾക്കുണ്ട്. ഞങ്ങളൊരു പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളത് അതൊരു ആരോപണങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാർട്ടിയില് ഇപ്പോഴത്തെ ജില്ലാ അധ്യക്ഷന്റെ അടുത്ത് ഒരു പരാതി എത്തിയതായിട്ട് എനിക്കറിയാം. അതില് അഴിമതിയാണെങ്കിൽ അതിന് 1,00,000 കോടിയൊന്നുമില്ല, 1 രൂപയാണെങ്കിൽ അഴിമതി തന്നെയാണ്. അഴിമതിയാണെങ്കിൽ അത് അതിന് എമൗണ്ട് ഇല്ല, ആ ചിന്താഗതിയാണ്, ആ മനസ്ഥിതിക്കാണ് എതിർപ്പ് വരുന്നത്, എമൗണ്ടിനല്ല. നിങ്ങളെ പത്രക്കാരെ എമൗണ്ടാണ് നോക്കുന്നത്. വലിയ എമൗണ്ട് ആണെങ്കിൽ ഒരു വാർത്ത, ചെറിയ അഴിമതിയാണെങ്കിൽ വാർത്തയാണ്. മാനസികമായി ലഭിച്ചവർ മിക്കവരും പാർട്ടി കേഡർമാർ അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്ത ബന്ധുള്ളവരല്ലേ, അപ്പൊ അവരെടുക്കുന്നതാണ് പമ്പാമാര് വേറെ രീതികളും നടന്നിട്ടുണ്ടാവും. പാർട്ടിക്കാരോടാണ് വാങ്ങിയതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞില്ല. അത് പൊതുപ്രവർത്തനം പറയാം. അതാത് സമയത്ത് ഉണ്ടായിരുന്ന കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുന്നത്, അതാത് സമയത്ത് ആ കമ്മിറ്റിയിൽ ആരാണോ ഉണ്ടായിരുന്നത് അവര് പറയുന്നതാണ്. ഞാനത് ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല, ഞാൻ വ്യക്തിപരമായിട്ട്. ഇലക്ഷൻ തന്നെ എല്ലാത്തിന്റെയും കണക്ക് വേണ്ടേ? ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ രാജി പെട്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞു, ചർച്ചയോ ഒരു ഇതൊന്നുമില്ല, സ്വീകരിച്ചു. സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊടുത്തത്, എഴുതി കൊടുത്തു. സ്വീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ വിളിക്കട്ടെ എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞു. സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയക്കാർ കൊടുത്തത്, ഞാൻ അതുപോലെ കൊടുത്തതല്ല. ഞാൻ അവിടെ നിന്ന് മാറി വരാൻ ഈ അവസരത്തിൽ അവിടെ നിൽക്കാൻ സാധിക്കാറുണ്ട്, വിഷമമുള്ളതുകൊണ്ടാണ്. ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കൂടെ കേസുണ്ടല്ലോ, അതിലൊന്നും വാസ്തവ അല്ല ജില്ലാ അതൊന്നും വാസ്തവല്ല, അതിലൊന്നും വാസ്തവല്ല. നേരത്തെ പറഞ്ഞില്ലേ, അതിന് വാസ്തവമല്ല. സാമ്പത്തികമായ ചെലവുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നു, അതെല്ലാവരും നടത്തുന്നുണ്ട്. തന്ത്രങ്ങൾ പല രീതിയിലുള്ള തന്ത്രങ്ങളുണ്ടാവും, ആ തന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായങ്ങളൊന്നും ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, ഇനിയും പറയും. ആ വിഷയത്തിലാണോ ശരിക്കും ശ്രീകാന്ത് ആയിരിക്കില്ല. എന്റെ മനസ്സിലുള്ള സംശയം, നമ്മുടെ മനസ്സിലുള്ള സംശയം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കേസിൽ ചോദ്യം ചെയ്ത ലൊക്കേഷൻ എന്താ നിങ്ങളുടെ കന്നഡത്തില് പോലീസ് കൈമാറ്റി ക്വസ്റ്റ്യന്മാരുണ്ടല്ലോ, അതിലൊന്ന് ലൊക്കേഷൻ ನೀವಲ್ಲ ಅಲ್ಲ ಹಾಗೆ ಸುರೇಶ್ ಅಣ್ಣ ಹತ್ತಿರ ನೀವು ಈಗ ಎಗೇನ್ಸ್ಟ್ ಆಗಿ ನಾವು ಇವಾಗ ಸುರೇಂದ್ರ ಅವರೇ ಗೆಸ್ಟ್ ಆಗಿ ಬಂದಿಲ್ಲ. ನಾವು ಬಂದಿರೋದು ಏನಂದ್ರೆ ನ್ಯಾಯ ಸಿಗ್ಬೇಕು ಅಷ್ಟೇ. ಸಂಸ್ಥಾನ ಪ್ರೆಸಿಡೆಂಟ್ ನಮ್ಮ ಅಧ್ಯಕ್ಷರು, ಅವರಿಗೆ ನಾವು ಕೊಡ್ತೇವೆ, ಮರ್ಯಾದೆ ಜಾಸ್ತಿ ಕೊಡ್ತೇವೆ. ಯಾಕಂದ್ರೆ ನಮಗೆ ಅವರ ಒಳ್ಳೆ ಇದಿರಲಿ. ನಮಗೀಗ ಬೇಕಾಗಿರೋದು ಒಂದು ಏನಂದ್ರೆ ಈ ತರ ಆಗಿದೆಲ್ಲ, ಇದಕ್ಕೊಂದು ನ್ಯಾಯ ಬೇಕು, ಅಷ್ಟಕ್ಕೆ ನಮಗೆ ಬಂದಿದೆ. ಅದಲ್ಲದೆ ಈ 3 ಜನರ ಮೇಲೆ ಆಕ್ಷನ್ ತೆಗಿಬೇಕು ಆದಷ್ಟು ಬೇಗ. ಇವಾಗ ತೆಗೆದಿದ್ದಾರಲ್ಲ, ಮೊನ್ನೆ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಅವರು ತೆಗೆದಿದ್ದಾರೆ, ಅದೇ ರೀತಿ ಅವರ ಮೇಲೆ ಬೇಗನೆ ಆಕ್ಷನ್ ತೆಗೀಲಿ ಅಂತ. ಅದಲ್ಲದೆ ನಾವು ಇವಾಗ ಸುರೇಶ್ ಶೆಟ್ಟಿ ಅವರ ಬಗ್ಗೆ ಈಗ ಕ್ಯಾಂಪಲ್ಲಿ ಡೈರೆಕ್ಟ್ ಆಗಿದ್ದಾರೆ, ಅವರಿಗೂ ನಾವು ಇವಾಗ ಒಂದು ಕ್ಯಾಂಪ್ಗೂ ನಾವು ಕೊಡ್ತೇವೆ. ಇವಾಗ ಅವರನ್ನು ಕ್ಯಾಂಪ್ ಡೈರೆಕ್ಟರ್ ಸ್ಥಾನದಿಂದ ತೆಗಿಬೇಕು ಅಂತ ತೆಗಿಬೇಕು ಅಂತ ನಿವೇದನೆ ಕೊಡ್ತೇವೆ. ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എന്തായിരിക്കും നിലപാട്? അല്ല, ഇതിലൊരു നീതി ലഭിക്കുന്നില്ലെങ്കിൽ വീണ്ടും തീരുമാനിക്കും. ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്.
ഇന്ന് പ്രഖ്യാപിക്കുന്നില്ല. ഞങ്ങൾ അതിനുശേഷം അഭിഷേക് ഇടപെടുന്നതൊക്കെ നിങ്ങളെ പ്രവർത്തകർ പറഞ്ഞു ശരിയാണോ? സംസ്ഥാനത്തിനകത്ത് സംസ്ഥാനത്തിന് പുറത്ത് ആരോടും ഇത് പറഞ്ഞിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റിന് മേലെ ആരോടും ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് താങ്കളാണെന്നും ഒരു ഭാഗം ആരോപിക്കുന്നു. അതേസമയം തന്നെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവരെ വിളിക്കുകയോ നിങ്ങളെ വിളിക്കാതിരിക്കുകയോ ചെയ്യുന്നു. അത് ശരിക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തി നീക്കാനുള്ള ഒരു ശ്രമമല്ലേ എന്നുള്ളൊരു സംശയം തോന്നുന്നില്ല? ഇല്ല, അത് ഒറ്റപ്പെടുത്തലല്ല. എന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയെ കുറിച്ച് അറിയാവുന്നവരാണ് ഇവിടെയുള്ള. താങ്കൾക്ക് അറിയില്ലെങ്കിലും ഇവർക്കൊക്കെ അറിയാം. എന്റെ രീതിയിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാനാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയാനുള്ള ഇതില്ല. എനിക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിന്റെ പുറകിൽ നിൽക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒന്നിനും പുറകിൽ നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സത്യമായ കാര്യത്തിൽ സത്യത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറുപക്ഷത്തിന്റെ നീക്കം അങ്ങനെയാണല്ലോ. അത് നിങ്ങളുടേതാണ്. ആ നീക്കത്തിനൊന്നും ഞാൻ ഭയക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാവുന്നത്. പ്രതിഷേധത്തിൽ രമേശേട്ടനെ കണ്ടതേയില്ല. ഞായറാഴ്ച വിഷയത്തിലെ രമേശേട്ടൻ വന്നതേയില്ല, പ്രത്യക്ഷത്തിലുണ്ടായതേയില്ല. സുരേന്ദ്രനോട് സംസാരിക്കാൻ ഇവർ പോകുന്നു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം എത്താതിരിക്കുന്ന അവസരത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ നടന്നത്. വ്യക്തമാണല്ലോ, വ്യക്തമാണ്. അങ്ങനെയാണ് നടന്നത്. ചങ്ങലൊക്കെ ആയിട്ട് പോകും രമേശേട്ടൻ. ചങ്ങലൊക്കെ കൂട്ടിട്ട് വാതിൽ ചങ്ങലൊക്കെ ഇട്ട് കൂട്ടിട്ട് കൂട്ടുന്ന അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പ്രവർത്തകന്മാരുടെ വികാരമാണ് നിങ്ങൾ അതിൽ കാണുന്നത്. ചങ്ങലയാണോ താക്കോലാണോ കൂട്ടാണോ എന്നുള്ളതല്ല. അത് പ്രവർത്തകന്മാരുടെ വികാരമാണ്. വികാരത്തിന്റെ കാഠിന്യമാണ് അവിടെ ചങ്ങലയുടെ രൂപത്തിൽ വരുന്നത്. അല്ലാതെ പാർട്ടിയോടുള്ള ധിക്കാരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെ, പാർട്ടിയോടുള്ള ധിക്കാരമല്ല, പ്രവർത്തകരുടെ വികാരമാണ് ചങ്ങലയുടെ രൂപത്തിൽ വന്നത്. നേരത്തെ തന്നെ പെട്ടെന്നുണ്ടായ വികാരമല്ല. നേരത്തെ തന്നെ ഈ ചങ്ങല വാങ്ങാനും കൂട്ട് വാങ്ങാനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ 2 മണിക്കൂറോളം അവരുണ്ടായിരുന്നല്ലോ. അവിടെ 2 മണിക്കൂർ സമയം ധാരാളമാണ്. മന്ത്രിക്കെതിരെ പരാതിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ജ്യോതിഷിന്റെ മൃതദേഹം കാണാൻ മന്ത്രിനെ തടയുന്നതിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ അത് ആരാണ്? അങ്ങനെ പല സമൂഹത്തിനിടയിൽ പല ആളുകളുണ്ടാവും. ആശുപത്രിയിൽ പല വികാരക്കാരുണ്ടാവും. അത് ഞാനാണ് നടന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം. ഞാനല്ലല്ലോ നടന്നത്. അല്ല, നിങ്ങൾ അത് പത്രക്കാരെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താണ് നേതാക്കന്മാർക്ക്. BJPയുടെ ആരോപണം ഉന്നയിക്കുമെന്ന് പറഞ്ഞല്ലോ. അവർക്ക് ആരോപണത്തിനുള്ള പോയിന്റ് കൊടുത്തത് മാധ്യമങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ പോയിന്റ് നിങ്ങൾ പറയുന്നത്. അവര് നിങ്ങളോട് പറഞ്ഞിട്ടോ? ഇല്ല, നിങ്ങൾ അവർക്ക് കൊടുത്ത പോയിന്റ് നിങ്ങൾ എന്നോട് ഒരു പരസ്യമായി നിങ്ങളെ പോലെ പറയാൻ തയ്യാറായില്ല. രഹസ്യമായിട്ട് പറയുന്നുണ്ടാവും. അത് നമുക്ക് ഇവിടെ പറയും. ಅದು ನಿನ್ನೆ ಕೋರ್ ಕಮಿಟಿ ಸ್ಟಾರ್ಟ್ ಆಯ್ತಲ್ಲ, ಆವಾಗ ಯಾಕೆ ಸ್ಟೇಟ್ ಕಮಿಟಿಯಲ್ಲಿ ಯಾರು ಬಂದಿಲ್ಲ? ಅಲ್ಲಿ ಇದ್ದದ್ದು ಖಾಲಿ ಪಂಚಾಯತ್ನವರು ಮಾತ್ರ ಅಲ್ಲ ಇದ್ದರು. ಸ್ಟೇಟ್ ಕಮಿಟಿ ಯಾವ ಲೀಡರ್ ಅಲ್ಲಿ ಇರಲಿಲ್ಲ. സംസ്ഥാന പ്രസിഡന്റ് പിന്നെ സംഘടനാ കാര്യത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗണേഷ് സംസ്ഥാന കമ്മിറ്റി അംഗ കോലാർ സതീഷ് ഭണ്ഡാരി, AK കയ്യാർ, ഇങ്ങനത്തെ മുതിർന്ന നേതാക്കന്മാരുടെ സംസ്ഥാന പ്രസിഡന്റിന് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് വിരോധമുണ്ട്. വ്യക്തി വിരോധത്തിന്റെ സംഘടനയല്ല BJP. ഞങ്ങളുടെ ആദർശം വ്യക്തി കേന്ദ്രീകൃതമല്ല. അത് ആർക്കെതിരെ ഞങ്ങൾ ഇപ്പൊ ആരോപണം ഉന്നയിച്ചാലും വ്യക്തിപരമായിട്ട് ഈ 3 പേരോടും നമുക്ക് ലെവലേശം ദ്വേഷമില്ല. സംഘടനാപരമായിട്ടുള്ള ഈ അഭിപ്രായം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയല്ല ഞങ്ങളുടെ ആദർശം.